ആത്മഹത്യയുടെ വക്കിൽ നിന്ന ആ സുജ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിന്റെ പേരിൽ ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? റാഹത്താണോ? കമന്റ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്, പുതിയൊരു കണ്ടന്റുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ, അതിൽ ഒരാൾ കമന്റ് ഇട്ടിരുന്നു. എന്താന്ന്, ഇതെവിടെന്നാ വരുന്നേ? കൊഞ്ചുന്ന പെണ്ണ് ഒന്ന് കൊഞ്ചാണ്ട് നല്ലതുപോലെ ഒന്ന് സംസാരിച്ചൂടേന്ന്. ആ കമന്റ് ഇട്ട് ആരായാലും ഞാൻ അയാളോട് പിണക്കാം. എന്നെ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. അതൊന്നും എനിക്ക് ഇങ്ങോട്ട് പിടിക്കത്തില്ല. നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ അങ്ങനെ കൊഞ്ചിട്ടാണോ സംസാരിക്കുന്നത്? ഇപ്പൊ ഓരോരിക്കും ഓരോരോ സൗണ്ട് കിട്ടിയ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു നമുക്ക് ഓരോ സൗണ്ട് തന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിൽ സംസാരിച്ചാലേ പറ്റൂ. നമുക്ക് ഇനിയിപ്പോൾ സൗണ്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂ. ഇപ്പൊ ഞാനിട്ട ആ ഡയലോഗിനും കമന്റ് വരും, ഈ കുട്ടി കൊഞ്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. കൊഞ്ചിട്ടായാലും കൊഴയാണ്ടായാലും എന്താ, എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോ. കേട്ടല്ലോ. ഇപ്പൊ എൻ്റെ കണ്ടന്റ് ഒക്കെ മാറി കഴിഞ്ഞു. കൊഞ്ചലായി വിഷയം. കൊഞ്ചി 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 അവിടെ ഇരുന്നോട്ടെ ആരായാലും. അപ്പോൾ നമുക്കിന്ന് വിഷയത്തിലേക്ക് കടക്കാം. ബാ. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ പുരുഷന്മാർ ഒരുപാട് വഞ്ചിക്കപ്പെടുകയാണല്ലേ. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഉണ്ട് കേട്ടോ. ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് വേറെ ഒരു അന്യ പുരുഷന്റെ കൂടെ പോകുന്നു. അതായത് കെട്ടിയ ആളിനെ വഞ്ചിച്ചിട്ട് അങ്ങനെ പോകുന്നു. അങ്ങനത്തെ ഒരു കഥ ഞാൻ കേൾക്കാൻ ഇടയുണ്ടായി. അത് വേറെ എവിടെയൊന്നും അല്ല, നമ്മളൊരു യൂട്യൂബ് ചാനലിൽ നിന്ന്. ആ ചാനലിന്റെ പേര് ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു വ്ളോഗ്സ് ചാനലിലാണ് അയാൾക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇത് പറഞ്ഞിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടാലോ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി മുതൽ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് ഇല്ല, ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു സ്റ്റോൺ എന്നെ വിട്ട് പോയി. മനസ്സിലാവാത്തവർക്ക്, എൻ്റെ പ്രിയതമ, എൻ്റെ വൈഫ്, അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അത് അപ്പോഴും തോന്നിയതാണ്. അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. പ്രഷർ കൂടുതൽ കയറിയപ്പോൾ താങ്ങാൻ പറ്റാതെ ചെയ്തതാണ്. വെയിനൊന്ന് കട്ട് ചെയ്തു. അത് തെറ്റായിപ്പോയി. മുന്നോട്ട് ഒരു ജീവിതമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. പക്ഷേ അവളെയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ല, ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം, ഭർത്താവും പോലീസ് സ്റ്റേഷനിലെത്തി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അവൾ അവിടെ ഹാപ്പിയാണ്. എൻ്റെ അടുത്ത് നിന്നതിനെക്കാട്ടി ഹാപ്പിയാണെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവൾ ഹാപ്പിയാണെങ്കിൽ പിന്നെന്താ, അവൾ ഹാപ്പിയായിട്ടിരുന്നാൽ പോരെ. അപ്പോൾ നമുക്ക് ഹാപ്പിയായിട്ടല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ എവിടെയായിരുന്നാലും ഒരു 3 വർഷം എൻ്റെ പാതിയായിരുന്നില്ലേ, സന്തോഷത്തോടു കൂടി ഇരുന്നുള്ളൂ. പക്ഷെ ഞാൻ തളരില്ല, ഞാൻ ഉയർന്നു വരും. ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് അല്ല, ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ വ്ളോഗ്സ് കണ്ടിന്യൂ. ഇതിലിപ്പോ അയാൾ പറയുന്നത് അയാളെ വൈഫ് പോയതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അയാളെ വൈഫ് പോയതിന് ശേഷം അയാൾ വെയിൻ കട്ട് ചെയ്ത കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇയാളെ സ്റ്റോറി പിന്നീടുള്ളൊരു വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നത് കേട്ടോ. ഒരാൾക്ക് വേണ്ടി ജീവിതം കൊടുത്തപ്പോൾ, ഒരാൾക്കൊരു ജീവിതം കൊടുത്തപ്പോൾ ആ ജീവിതത്തിനെ തട്ടി ഇതാക്കിയിട്ട് പോകുന്ന ഒരു ഇത്. അതായത് ഇയാളെ ആ സ്റ്റോറി കേട്ടാലേ അത് മനസ്സിലാവും നിങ്ങൾക്ക്. ഭർത്താവിനെ ചലിച്ചിട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മളെ കേരളത്തിൽ നിന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് ഫീലാവുന്ന എന്താ, ചിലപ്പോൾ അയാളുടെ കൂടെയുള്ള ജീവിതം അവൾക്ക് തൃപ്തിയില്ലാണ്ട് അവൾ പോയതായിരിക്കാം എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ കേട്ട കഥയിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് വിഷമം തോന്നി. എന്തെന്ന് വെച്ചാൽ അയാൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് നമുക്ക് അത് കേൾക്കുമ്പോൾ ഇയാളെ വഞ്ചിക്കാൻ പാടില്ലായിരുന്നു ആ സ്ത്രീ എന്ന്
നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരിത്. അയാൾ സ്റ്റോറിയിൽ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അയാൾ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയ സമയത്താണ്, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയ ടൈമിലാണ് ഈ സുജ എന്ന് പറയുന്നത്, അതായത് അയാളുടെ ഈ ഭാര്യ എന്ന് പറയുന്ന സുജ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കാണുന്നത്. പക്ഷേ അന്ന് ആ കണ്ടപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ആ പെൺകുട്ടിയോടുണ്ടായ ഒരു ഇഷ്ടം, അതായത് ഒരു സ്പാർക്ക് എന്നൊക്കെ പറയുമല്ലോ, നമുക്കൊരാളോട് തോന്നുന്ന ഒരു ഇഷ്ടം, അന്ന് അയാൾക്ക് അങ്ങനെ തോന്നി. പിന്നെ ആ പെൺകുട്ടി അയാൾ പിന്നെ കണ്ടിട്ടേ ഇല്ല. അതങ്ങനെയാണല്ലോ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, അതായത് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയുടെ മുഖം നമ്മൾ ഒരുപാട് നാൾ ഓർത്തിരിക്കും അല്ലേ. ഒരുപാട് നാളങ്ങനെ ഓർത്ത് മനസ്സിൽ കൊണ്ടൊക്കെ നടക്കും. അതുപോലെ ഇയാളും മനസ്സിൽ കൊണ്ട് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ തോൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും ജയിച്ചിട്ടൊക്കെ പോവുമല്ലോ. അപ്പോൾ ഇയാളെ വീണ്ടും വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റിയ ടൈമിലാണ് അവിടെ അന്ന് ആ അമ്പലത്തിൽ വെച്ച് കണ്ട സുജ എന്ന് പറയുന്ന പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടേ. അന്ന് മുതൽ പിന്നെ ഇയാൾ സുജയുടെ പുറകെ ആയിരുന്നു. സുജയ്ക്കും ഏകദേശം ഇയാൾക്ക് എന്നോട് ഇഷ്ടമാണെന്നൊക്കെ അറിയാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല. കുറേ നാൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ സുജയെ കാണുന്നത് ഒരു തയ്യൽ ഷോപ്പിൽ വെച്ചിട്ടാണ് കാണുന്നത്. അന്നപ്പോൾ വിവാഹപ്രായം ആയ ടൈമായിരുന്നു. അപ്പോൾ ഇയാൾ അവളോട് ഇങ്ങനെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് വേറൊരു വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. വീണ്ടും അതുപോലെ കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സുജ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാനിടയായി. അന്ന് ഇവൾക്ക് 2 കുട്ടികളുണ്ട്. പക്ഷേ വിവാഹബന്ധം വേർപെട്ട അവസ്ഥയിലായിരുന്നു, അതായത് ഡിവോഴ്സിൽ നിൽക്കുന്നു. അങ്ങനെ ഇയാൾ ഇവളിൽ നിന്നും നമ്പറൊക്കെ മേടിച്ചു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഉണ്ടായി. അപ്പോൾ ഇവളെ ജീവിത കാര്യങ്ങളൊക്കെ ഇയാളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുവാണ് എന്ന്. ആ ആത്മഹത്യയുടെ വക്കീൽ നിന്ന ആ സുജ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിന്റെ പേരിൽ അവൻ ഇന്ന് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. എന്ത് സങ്കടമായിരിക്കും. ഒരുപാട് നാൾ അയാൾ മനസ്സിൽ കൊണ്ട് നടന്ന ആ ഒരു സ്നേഹം എല്ലാവരെയും നമുക്കിപ്പോൾ ആ ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. ചിലരുടെ സ്നേഹവും പ്രണയവും ഒക്കെ ഭയങ്കര ആത്മാർത്ഥമായിരിക്കും. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ വഞ്ചിച്ചിട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ നിനക്കതൊരു നഷ്ടം തന്നെയാണ്. നിന്റെ ജീവിതത്തിൽ ഇനി നീ എത്ര ആൾക്കാരെ കൂടെ പോയാലും ഇതുപോലൊരു നിന്നെ മനസ്സിലാക്കി നിന്നെ കൈവിടാണ്ട് ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്നപ്പോഴും നിന്നെ കൈവിടാണ്ട് കൂടെ ചേർത്ത് പിടിച്ച ഒരാൾക്ക് നീ ഇങ്ങനെ ഒരു വഞ്ചന കൊടുക്കണമെങ്കിൽ ഭയങ്കരം. അവളെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ അവൾക്ക് മെസ്സേജ് ഇട്ടു, ഇതേപോലെ നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം, നിന്നെ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം, എൻ്റെ ഭാര്യയായിട്ട് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ കുട്ടികളെ വിട്ടിട്ട് അവൾക്കൊരു ജീവിതമില്ല, കുട്ടികളില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുട്ടികളെ ഞാൻ നോക്കും, എന്നാൽ കഴിയുന്ന വിധം ഞാൻ കുട്ടികളെ നോക്കും, ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുട്ടികളെ പോലെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു, 2 പെൺകുട്ടികളെ. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ 2ാമത്തെ പ്രസവത്തോടു കൂടി അവൾ പ്രസവം നിർത്തിയതാണ്. ചിലപ്പോൾ എനിക്കിനി ഒരു കുട്ടിയെ എനിക്ക് തരാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടാവാം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കുട്ടികൾ വേണ്ട, എനിക്ക് നീയും കുട്ടികളും മതി, നീ മതി എനിക്ക് എൻ്റെ ജീവിതത്തിൽ, നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കാം ഈ സമയത്ത് ഇവളെ എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും ഇവളെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ചിലപ്പോൾ വിധി ഇങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മയോട് കാര്യം പറയണം, വിഷയങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞു. അവളുടെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അവളുടെ അമ്മ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ
ഞാൻ എൻ്റെ അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അമ്മ കുറച്ച് നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, എല്ലാം അറിഞ്ഞുകൊണ്ട് നീ അവളെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ജീവിതമാണ്, നിൻ്റെ സന്തോഷമാണ്. നാളെ അത് ഒരിക്കലും മാറരുത്. വേറൊരു കാരണം കൊണ്ടും അവളെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു, ഇല്ലമ്മ, ഒരിക്കലുമില്ല, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. ഇത് എങ്ങനെയോ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഇവളുടെ ആദ്യ ഭർത്താവ് എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ കണ്ടു. ഞാനും പുള്ളിക്കാരൻ്റെ വൈഫും സുജയും ഉണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് ഇവക്കൊരു ജീവിതം കിട്ടുന്നതിൽ പുള്ളിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ പുള്ളി നോക്കിക്കോളാം. പുള്ളിയുടെ കുട്ടികളാണ്. അത് മറ്റൊരാളുടെ കൂടെ നിൽക്കുന്നത് പുള്ളിക്ക് അത്രയ്ക്ക് ഇതല്ല. കുട്ടികളുടെ ഭാവി എല്ലാം അയാൾ നോക്കിക്കോളാം. നിങ്ങൾ നല്ലപോലെ ജീവിച്ചാൽ മതി. പിന്നെ നമ്മുടെ കൂടെ ആണെങ്കിൽ കുട്ടികളെ അയാൾക്ക് കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. സംഭവം അവരുടെ കൂടെ ആണെങ്കിൽ പുള്ളി ഗൾഫിൽ പോകുമല്ലോ. അപ്പോൾ നമുക്കെപ്പോൾ വേണമെങ്കിലും കുട്ടികളെ കാണാം, കുട്ടികളെ നമ്മളുടെ കൂടെ കൊണ്ട് നിർത്താം. അങ്ങനെ കുറേ ഉപാധികളോടെ കുട്ടികളെ അവരോടൊപ്പം നമ്മൾ പറഞ്ഞയച്ചു. അപ്പോഴും ഞാൻ അവരോട് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടില്ല. എനിക്കത് അറിയുകയും വേണ്ട. അവർ പിരിയാനുണ്ടായ സാഹചര്യവും കാരണവും എന്താണെന്ന് എനിക്കറിയണ്ട. എന്താണെന്ന് എനിക്കറിയത്തില്ല. അതപ്പോഴെനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴെനിക്ക് അതറിയാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ ഈ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സുജയെ മാത്രമേ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടുള്ളൂ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ സുജയെ വിളിച്ചപ്പോൾ സുജ പറഞ്ഞു, അവരുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളാണ്, നമ്മുടെ കല്യാണത്തിന് ആരും സമ്മതിക്കത്തില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇതേ കണക്കാണ്, അവരുടെ വീട്ടിൽ സമ്മതിക്കത്തില്ല, പ്രശ്നങ്ങളാണ്, ഞാൻ അവളെ അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോവുകയാണ്. എന്നിട്ട് നേരെ ഞാൻ സുജയെ വിളിച്ചു. സുജ, ഞാൻ നിന്നെ വിളിക്കാൻ വരികയാണ്, നിനക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്തു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന് വിളിച്ചു പറഞ്ഞു. അവൾ അതുപോലെ തന്നെ അവൾക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവളും റെഡിയായിട്ട് നിന്നു. ഒരു വൈകുന്നേരം 3 മണിയായി കാണും. ഞാനും എൻ്റെ ചേട്ടനും ഓട്ടോയിൽ അവളുടെ വീടിനടുത്തെത്തി. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു, അവളെ വിളിച്ചു. അവൾ എന്നോടൊപ്പം ഇറങ്ങി. അവൾ അമ്മയോട് യാത്ര പറഞ്ഞു അവൾ എന്നോടൊപ്പം ഇറങ്ങി വന്നു. അപ്പോൾ അവൾ ഓട്ടോയിൽ കയറിയിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് അവൾ ചോദിച്ചു, എന്നെ കൈവിടല്ലേടാ. ഞാൻ പറഞ്ഞു, അവളെ കൈ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിൻ്റെ കൈ വിടത്തില്ല, ഒരിക്കലും നിന്നെ ഞാൻ കൈവിടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവളുടെ കൈ എൻ്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് വെച്ചു. പിന്നെ ഞാൻ പൊന്നുപോലെ നോക്കുപടി എന്ന് പറഞ്ഞു. നമ്മളവിടെ നേരെ പോയത് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ട്, വീട് അഡ്രസ്സും എല്ലാം കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് അവൾ നിലവിളക്ക് പിടിച്ച് വലത് കാല് വെച്ച് എൻ്റെ കൈയും പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് കയറി. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട നിമിഷം. ആ ആത്മഹത്യയുടെ വക്കിൽ നിന്ന ആ സുജ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിന്റെ പേരിൽ അവൻ ഇന്ന് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ വഞ്ചിക്കപ്പെടുന്നതും വഞ്ചിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അത് പലരെയും ലൈഫിൻ്റെ ഒരു ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കാം, ജീവിതത്തിൽ കിട്ടാത്ത സുഖവും അതൊക്കെ കൊണ്ടൊക്കെ പോകുന്നതായിരിക്കാം. പക്ഷെ ഇതിപ്പോൾ എന്തിൻ്റെ കേടായിരുന്നു എന്ന് അറിയില്ല. എന്തായാലും വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി, അയാളെ സ്റ്റോറി കേട്ടപ്പോൾ. അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ. എന്താ പറയുക, ഒന്നും പറയാനില്ല. ആത്മാർത്ഥ സ്നേഹങ്ങൾ, ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അറിയാൻ പഠിക്കുക, മനസ്സിലാക്കാൻ പഠിക്കുക, അത്രയേ ഉള്ളൂ.
അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.